നമസ്കാരം. ഓം ബ്രഹ്മത്തിൽ നിന്ന് മാർച്ച് 24 മുതൽ മാർച്ച് 30 വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറയുന്നത്. മാർച്ച് 24 കൊല്ലവർഷം 1200 മീനം 10 തിഥി കൃഷ്ണപക്ഷ ദശമി. മാർച്ച് 24 5:38 AM മുതൽ മാർച്ച് 25 5:05 AM വരെ ദശമിയാണ്. നക്ഷത്രം ഉത്രാടം. മാർച്ച് 24 4:18 AM മുതൽ മാർച്ച് 25 4:26 AM വരെ ഉത്രാടമാണ്. മാർച്ച് 24 തിങ്കളാഴ്ചയാണ്. സൂര്യോദയം 6:27 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മാർച്ച് 24 2:01 AM ചന്ദ്രാസ്തമയം മാർച്ച് 24 1:53 PM ആണ്. അശുഭകരമായ മുഹൂർത്തങ്ങൾ: രാഹുകാലം 7:57 AM മുതൽ 9:28 AM വരെയും, യമഘണ്ഡകാലം 10:58 AM മുതൽ 12:28 PM വരെയും, ഗുളികകാലം 1:58 PM മുതൽ 3:28 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:04 PM മുതൽ 12:52 PM വരെയും, അമൃതകാലം 9:59 PM മുതൽ 11:35 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:50 AM മുതൽ 5:38 AM വരെയും ആണ്. സൂര്യരാശി മീനവും, ചന്ദ്രരാശി 10:24 AM വരെ ധനുവും അതിനുശേഷം മകരവും ആണ്. മാർച്ച് 25 കൊല്ലവർഷം 1200 മീനം 11 തിഥി കൃഷ്ണപക്ഷ ഏകാദശി. പാപമോചന ഏകാദശിയാണ്. മാർച്ച് 25 5:05 AM മുതൽ മാർച്ച് 26 3:45 AM വരെ ഏകാദശിയാണ്. നക്ഷത്രം തിരുവോണമാണ്. മാർച്ച് 25 4:26 AM മുതൽ മാർച്ച് 26 3:49 AM വരെ തിരുവോണം നക്ഷത്രമാണ്. ചൊവ്വാഴ്ചയാണ്. പാപമോചന ഏകാദശിയാണ്. സൂര്യോദയം 6:27 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മാർച്ച് 25 2:54 AM ചന്ദ്രാസ്തമയം മാർച്ച് 25 2:50 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 3:28 PM മുതൽ 4:58 PM വരെയും, യമഘണ്ഡകാലം 9:27 AM മുതൽ 10:57 AM വരെയും, ഗുളികകാലം 12:28 PM മുതൽ 1:58 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:03 PM മുതൽ 12:52 PM വരെയും, അമൃതകാലം 5:40 PM മുതൽ 7:14 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:50 AM മുതൽ 5:38 AM വരെയും ആണ്. സൂര്യരാശി മീനവും, ചന്ദ്രരാശി മകരവും ആണ്. മാർച്ച് 26 കൊല്ലവർഷം 1200 മീനം 12 തിഥി കൃഷ്ണപക്ഷ ദ്വാദശിയാണ്. മാർച്ച് 26 3:45 AM മുതൽ മാർച്ച് 27 1:43 AM വരെ ദ്വാദശിയാണ്. നക്ഷത്രം അവിട്ടമാണ്. മാർച്ച് 26 3:49 AM മുതൽ മാർച്ച് 27 2:29 AM വരെ അവിട്ടം നാളാണ്. ബുധനാഴ്ചയാണ്. സൂര്യോദയം 6:26 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മാർച്ച് 26 3:43 AM ചന്ദ്ര അസ്തമയം മാർച്ച് 26 3:46 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 12:27 PM മുതൽ 1:58 PM വരെയും, യമഘണ്ഡകാലം 7:56 AM മുതൽ 9:27 AM വരെയും, ഗുളികകാലം 10:57 AM മുതൽ 12:27 PM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അമൃതകാലം 4:39 PM മുതൽ 6:10 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:49 AM മുതൽ 5:37 AM വരെയുമാണ്. സൂര്യരാശി മീനവും, ചന്ദ്രരാശി മകരമാണ് 3:14 PM വരെ, അതിനുശേഷം കുംഭം ആണ്. മാർച്ച് 27 കൊല്ലവർഷം 1200 മീനം 13 തിഥി കൃഷ്ണപക്ഷ ത്രയോദശിയും ചതുർദശിയും വരുന്നുണ്ട്.
മാർച്ച് 27 1:43 AM മുതൽ മാർച്ച് 27 11:03 PM വരെ ത്രയോദശിയും മാർച്ച് 27 11:03 PM മുതൽ മാർച്ച് 28 7:55 PM വരെ കൃഷ്ണപക്ഷ ചതുർദശിയും ആണ്. നക്ഷത്രം ചതയം. മാർച്ച് 27 2:29 AM മുതൽ മാർച്ച് 28 12:33 AM വരെ ചതയം ആണ്. വ്യാഴാഴ്ചയാണ്. പ്രദോഷം വ്രതം വരുന്ന ദിവസമാണ്. സൂര്യോദയം 6:26 AM സൂര്യാസ്തമയം 6:29 PM ചന്ദ്രോദയം മാർച്ച് 27 4:31 AM ചന്ദ്ര അസ്തമയം മാർച്ച് 27 4:41 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 1:57 PM മുതൽ 3:28 PM വരെയും യമഘണ്ഡകാലം 6:26 AM മുതൽ 7:56 AM വരെയും ഗുളികകാലം 9:26 AM മുതൽ 10:57 AM വരെയുമാണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:03 PM മുതൽ 12:51 PM വരെയും അമൃതകാലം 6:14 PM മുതൽ 7:43 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:49 AM മുതൽ 5:37 AM വരെയുമാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി കുംഭവും ആണ്. മാർച്ച് 28 കൊല്ലവർഷം 1200 മീനം 14. തിഥി കൃഷ്ണപക്ഷ ചതുർദശിയും കൃഷ്ണപക്ഷ അമാവാസിയും ആണ് വരുന്നത്. മാർച്ച് 27 11:03 PM മുതൽ മാർച്ച് 28 7:55 PM വരെ ചതുർദശിയും മാർച്ച് 28 7:55 PM മുതൽ മാർച്ച് 29 4:27 PM വരെ അമാവാസിയും ആണ്. നക്ഷത്രം പൂരുരുട്ടാതിയും ഉത്രട്ടാതിയുമാണ് വരുന്നത്. മാർച്ച് 28 12:33 AM മുതൽ മാർച്ച് 28 10:09 PM വരെ പൂരുരുട്ടാതിയും മാർച്ച് 28 10:09 PM മുതൽ മാർച്ച് 29 7:26 PM വരെ ഉത്രട്ടാതിയും ആണ്. വെള്ളിയാഴ്ചയാണ്. സൂര്യോദയം 6:25 AM സൂര്യ അസ്തമയം 6:28 PM ചന്ദ്രോദയം മാർച്ച് 28 5:17 AM ചന്ദ്ര അസ്തമയം മാർച്ച് 28 5:36 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 10:56 AM മുതൽ 12:27 PM വരെയും യമഘണ്ഡകാലം 3:28 PM മുതൽ 4:58 PM വരെയും ഗുളികകാലം 7:55 AM മുതൽ 9:26 AM വരെയും ആണ്. ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:03 PM മുതൽ 12:51 PM വരെയും അമൃതകാലം 2:56 PM മുതൽ 4:23 PM വരെയും ബ്രഹ്മമുഹൂർത്തം 4:48 AM മുതൽ 5:36 AM വരെയും ആണ്. സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മീനം രാശിയും ചന്ദ്രരാശി കുംഭം 4:47 PM വരെ, അതിനുശേഷം മീനം രാശിയാണ്. മാർച്ച് 29 കൊല്ലവർഷം 1200 മീനം 15. തിഥി കൃഷ്ണപക്ഷ അമാവാസിയും ശുക്ലപക്ഷ പ്രഥമയും ആണ് വരുന്നത്. മാർച്ച് 28 7:55 PM മുതൽ മാർച്ച് 29 4:27 PM വരെ അമാവാസിയും ശേഷം 4:27 PM മുതൽ മാർച്ച് 30 12:49 PM വരെ ശുക്ലപക്ഷ പ്രഥമയും ആണ്. നക്ഷത്രം ഉത്രട്ടാതിയും രേവതിയുമാണ് വരുന്നത്. മാർച്ച് 28 10:09 PM മുതൽ മാർച്ച് 29 7:26 PM വരെ ഉത്രട്ടാതിയും ശേഷം മാർച്ച് 30 4:35 PM വരെ രേവതിയും ആണ്. ശനിയാഴ്ചയാണ്. അമാവാസിയാണ്. സൂര്യോദയം 6:25 AM സൂര്യാസ്തമയം 6:28 PM ആണ്. ചന്ദ്രോദയം മാർച്ച് 29 6:03 AM ചന്ദ്ര അസ്തമയം മാർച്ച് 29 6:32 PM ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 9:26 AM മുതൽ 10:56 AM വരെയും യമഘണ്ഡകാലം 1:57 PM മുതൽ 3:27 PM വരെയും ഗുളികകാലം 6:25 AM മുതൽ 7:55 AM വരെയും ആണ്.
ശുഭകരമായ മുഹൂർത്തങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:02 PM മുതൽ 12:51 PM വരെയും, അമൃതകാലം 3:10 PM മുതൽ 4:35 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:48 AM മുതൽ 5:36 AM വരെയുമാണ്. സൂര്യരാശിയും ചന്ദ്രരാശിയും മീനം ആണ്. മാർച്ച് 30, കൊല്ലവർഷം 1200, മീനം 16. തിഥി ശുക്ലപക്ഷ പ്രഥമയും ശുക്ലപക്ഷ ദ്വിതീയയും ആണ് വരുന്നത്. ശുക്ലപക്ഷ പ്രഥമ മാർച്ച് 29, 4:27 PM മുതൽ മാർച്ച് 30, 12:49 PM വരെയും, ശേഷം മാർച്ച് 31, 9:11 AM വരെ ദ്വിതീയയും ആണ്. നക്ഷത്രം രേവതിയും അശ്വതിയുമാണ് വരുന്നത്. മാർച്ച് 29, 7:26 PM മുതൽ മാർച്ച് 30, 4:35 PM വരെ രേവതിയും, ശേഷം മാർച്ച് 31, 1:45 PM വരെ അശ്വതിയും ആണ്. ഞായറാഴ്ചയാണ്. സൂര്യോദയം 6:24 AM-നും സൂര്യാസ്തമയം 6:28 PM-നുമാണ്. ചന്ദ്രോദയം മാർച്ച് 30-ന് 6:50 AM-നും ചന്ദ്ര അസ്തമയം മാർച്ച് 30-ന് 7:29 PM-നും ആണ്. അശുഭകരമായ സമയങ്ങൾ: രാഹുകാലം 4:58 PM മുതൽ 6:28 PM വരെയും, യമകണ്ഠകാലം 12:26 PM മുതൽ 1:57 PM വരെയും, ഗുളികകാലം 3:27 PM മുതൽ 4:58 PM വരെയും ആണ്. ശുഭകരമായ സമയങ്ങൾ: അഭിജിത്ത് മുഹൂർത്തം 12:02 PM മുതൽ 12:50 PM വരെയും, അമൃതകാലം 2:27 PM മുതൽ 3:52 PM വരെയും, ബ്രഹ്മമുഹൂർത്തം 4:47 AM മുതൽ 5:35 AM വരെയുമാണ്. സൂര്യരാശി മീനവും ചന്ദ്രരാശി 4:35 PM വരെ മീനവും അതിനുശേഷം മേടവും ആണ്. മാർച്ച് 24 മുതൽ മാർച്ച് 30 വരെയുള്ള ഒരാഴ്ചത്തെ പഞ്ചാംഗമാണ് പറഞ്ഞത്. ഈ ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതായി പാപമോചന ഏകാദശിയും പ്രദോഷവ്രതവും അമാവാസിയുമാണ് വരുന്നത്. നോട്ട് ചെയ്തു വെച്ചോളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.